ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മോംസ് ആൻഡ് മീ. അപ്പോൾ നമ്മുടെ ഒരു റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ഒന്നും കൂടെ നമ്മുടെ വീട് പണിയിടുന്നത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വ്ലോഗ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കഴിഞ്ഞിട്ടിടത്തുള്ളൂ, ഇപ്പോൾ അടുത്തങ്ങിടത്തില്ല, കുറേ കഴിഞ്ഞിടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം എടുത്ത് വെക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് മുറുക്കാൻ വെക്കണം. വാ വാ വാ. എന്താണ് മുറുക്കാൻ വയ്ക്കുക എന്നുള്ളതല്ലേ നമ്മുടെ നാട്ടിലൊരു എന്താണ് വിശ്വാസമാണ്. ഞങ്ങൾക്കൊരു അമ്മൂമ്മ കൊട്ടാരമുണ്ട്. ഞാൻ എൻ്റെ വ്ളോഗിലൂടെ പല പ്രാവശ്യം നിങ്ങളടുത്ത് കാണിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം 8 മല കാക്കുന്ന അമ്മൂമ്മയാണ്. അപ്പം നമ്മളുടെ എന്ത് നല്ലൊരു കാര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യത്തിനും എന്ത് വിശ്വാസത്തിനും നമ്മൾ ആദ്യം അമ്മൂമ്മയ്ക്ക് മുറുക്കാൻ വെച്ചിട്ടാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അവിടെ പോയി പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ വീട് പണിയാണെങ്കിലും പുതിയ വണ്ടി എടുത്താലും എന്തിനാണെന്നുണ്ടെങ്കിലും ഈവൻ ഒരു വയ്യായിക വന്നാൽ പോലും നമ്മളിങ്ങനെ മുറുക്കാൻ വെച്ചിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും മുറുക്കുന്ന ആൾക്കാരെങ്കിലും വന്ന് എടുത്തിട്ട് പോകും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്ലോഗ് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ. ഏകദേശമൊക്കെ പണിയാകുമ്പോഴേ നമ്മൾ ഇടത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഞാനും അമ്മയും അമ്മൂമ്മയും ഉണ്ണിയും പിന്നെ 2 മാമന്മാരും പണിക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് കല്ലിട്ട് ആദ്യമേ വീണ്ടും കല്ലിട്ട് പിന്നെ കുറച്ച് സൈഡ് കെട്ടേണ്ട ഇതുണ്ടായിരുന്നു, അത് കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ കല്ലിട്ടു, അങ്ങനെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ബാക്കി അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. നമ്മൾ ഈ കഴിഞ്ഞ വിഷു 14-ാം തീയതി അല്ലായിരുന്നു, 14-നോ 15-നോ ആയിരുന്നില്ല, അന്നായിരുന്നു നമ്മൾ കല്ലിട്ടത്. രണ്ടാമത് കല്ലിട്ട് അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഇട്ടത് എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടോട്ടലി നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു, മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് നമ്മൾ പുതിയ ടീമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അടുത്ത കുറ്റി അടിച്ച് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പോരായ്മകൾ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഭയങ്കര നല്ല രീതിയിലായിരുന്നു നമ്മൾ ചെയ്തത് ഫസ്റ്റത്തെ കല്ലിടിയിൽ. രണ്ടാമത്തും നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കോൺട്രാക്ടർ ഏട്ടനും അങ്കിളും അവരുടെ ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് ഒരാളെപ്പോഴും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട് കുറച്ച് ഹൈറ്റിലായിരുന്നല്ലോ ഇരുന്നിരുന്നത്. അപ്പം നമ്മൾ ആ മണ്ണൊക്കെ എടുത്തപ്പോൾ കുറച്ച് താന്നു. അപ്പം നമുക്ക് വോള് കെട്ടണമായിരുന്നു. കാരണം ഇനി ഒരു മഴയൊക്കെ പെയ്യുമ്പം അപ്പുറത്തുള്ളവരുടെ വസ്തുവിൽ നിന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർക്കും നമ്മുടെയും സേഫ്റ്റിക്കായിട്ട് വേണ്ടിയിട്ട് നമുക്കൊരു വാള് കെട്ടണമായിരുന്നു. അപ്പോൾ അതെല്ലാം കെട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും എല്ലാം തുടങ്ങിയത്. എനിക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ, എല്ലാവരുടെയും ബ്ലെസ്സിങ് ഉണ്ടാവണം. കാരണം നമ്മൾ ഇത്രത്തോളം എത്തുമെന്ന് പോലും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. വീട് പണിക എന്ന് പറയുന്നത് വളരെ ടാസ്കേറിയ ഒരു സംഭവമാണെന്ന് എനിക്ക് ഇതായിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നതും എല്ലാം അതിൻ്റെ ഒരു രീതിയിൽ നടക്കുമെന്നാണ്. അപ്പം എല്ലാം അതിൻ്റെ രീതിയിൽ നന്നായിട്ട് തന്നെയാണ് നടന്നത്. ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഒന്നും ഇല്ല സ്റ്റിൽ ഇതുവരെ. അപ്പം വീണ്ടും ഞാൻ പറയാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ എല്ലാ അപ്ഡേഷൻസും നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് തന്നെ പോകും കേട്ടോ. അപ്പം അടുത്തൊരു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഹായ് നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്, നിങ്ങളെ കാണിക്കാൻ പോകുന്നതും. ഭയങ്കര സന്തോഷം. ആദ്യം തന്നെ പറയാം, നമ്മൾ ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ട ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു ഭാഗമൊന്നും നമ്മൾ ഇപ്പോഴൊന്നും, നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ നമ്മുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനായിട്ടൊരു ഹൈഡ് ചെയ്ത് വെക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് അതിന്റെ വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പം നമ്മൾ ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഇതുവരെ എത്തുന്ന പോലും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം നമ്മൾ രാവിലെ ഇപ്പം നാട്ടിൽ എത്തിയതേ ഉള്ളൂ, നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയതേ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങളോട് കടന്നിട്ട് ഞാൻ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്, അത് ഞാൻ പറയാം.
ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മുടെ വീടിൻ്റെ കട്ടിള വെപ്പാണിന്ന്. അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ, ആദ്യം മുറുക്കാൻ വയ്ക്കും, വിളക്ക് കത്തിക്കും, അതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്രാവശ്യം അധികം ആളൊന്നുമില്ല, നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഞാനും അമ്മയും അമ്മുമ്മയും കുഞ്ഞമ്മയും പിന്നെ 1-2 പാപ്പന്മാരും വലിയമ്മച്ചിമാരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വിളക്ക് കത്തിച്ച് എല്ലാവരുടെയും ഐശ്വര്യത്തോടെയും പ്രാർത്ഥനയോടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ വീടിൻ്റെ കട്ടിള വെപ്പ്. വളരെ പ്രാർത്ഥനയോടെയും സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആ ഒരു മൊമെൻറ്റ് നമ്മൾ ആ മൊമെൻറ്റിലൂടെ പാസ് ചെയ്തത്. കാരണം നമ്മൾ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു, അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഇവിടം വരെ എത്താൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ളത്, അതും സ്വന്തം നാട്ടിൽ തന്നെ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് വീട് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ പത്തനാപുരത്താണ് വീട് വെച്ചത്. ഈ ഒരു പർപ്പിൾ അല്ല പിങ്ക് കളർ ഷർട്ട് ഇട്ടേക്കുന്നുണ്ടല്ലോ, ഷാജഹാനൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ടർ. വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാം കണ്ടറിഞ്ഞ് പണിക്കാരെ കൊണ്ടാണെങ്കിലും പുള്ളിക്കാരൻ്റെ സൈഡാണെങ്കിലും നമ്മുടെ എൻജിനീയർ സൈഡാണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടെ നമുക്കെല്ലാം ചെയ്തു തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും ഇങ്ങനെ ചോദിക്കേണ്ട, എല്ലാം കറക്റ്റ് ടൈമിൽ നമുക്കെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ. നമ്മൾ വീട് കോൺട്രാക്ടറിന് കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ തൊട്ട് ഇതുവരെ. അപ്പം നമ്മുടെ കട്ടിളവെപ്പ് പറഞ്ഞങ്ങ് പോയില്ലേ ഞാൻ. കട്ടിളവെപ്പിൻ്റെ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 9:30 ചടങ്ങ്. അപ്പം പറഞ്ഞ പോലെ 1-2 വല്യമ്മമാരും കസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഇതുവരെ എത്തിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ഒന്നും എത്തിയിട്ടില്ല, എല്ലാം കംപ്ലീറ്റ് ആകണം. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് താമസം മാറണം. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഫുൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആദ്യം ഒരു വീട് വെക്കുക, പിന്നെ ഞാൻ പറയാം വലിയൊരു കൊട്ടാരമൊന്നുമല്ല, വളരെ ചെറിയ ഒരു ബഡ്ജറ്റിൽ വളരെ ചെറിയൊരു സ്ക്വയർ ഫീറ്റ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് സ്പേസ് ഇല്ല. ടോട്ടലി 5 സെൻറ്റാണുള്ളത്. അപ്പം അതിനകത്താണ് നമ്മൾ വെക്കുന്നത്. സോ വളരെ ചെറിയൊരു വീടും കൂടിയാണ് കേട്ടോ. പക്ഷെ അത് ചെറുതാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വലിയൊരു കൊട്ടാരമാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇനി അതിനകത്തോട്ട് പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇനി എനിക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കാരണം എല്ലാത്തിനെക്കുറിച്ചുള്ള ആലോചനകൾ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പിന്നെ ബാക്കി നമ്മുടെ ഫിനാൻഷ്യൽ അതെല്ലാം കറക്റ്റ് ചെയ്യണം. എനിക്കിഷ്ടപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തരണം അങ്ങനെയില്ല. അത് തന്നെ വലിയൊരു നമുക്കൊരു ആശ്വാസമാണല്ലോ. നിങ്ങൾ വരത്തില്ലെന്നാ വിചാരിച്ചത് ഗൈസ്. എൻ്റെ വലിയമ്മച്ചിയും എൻ്റെ അനിയത്തിയും വന്നു ഗൈസ്. പിടിച്ചേ പറഞ്ഞേ. അതിനിടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വെല്ലുമേച്ചിയും കസിനും വന്നു കേട്ടോ. ഇവർ വരില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷേ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇരട്ടി സന്തോഷമായി. ഇവിടെ ഞങ്ങൾ താഴെ കുഞ്ഞമ്മയുടെ കടയിലാണ് ഇരിക്കുന്നത്. അപ്പം അവിടുന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറേ സംസാരിച്ചു. വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. ഇതൊക്കെയാണല്ലോ വേറൊരു സന്തോഷം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ ഞങ്ങൾക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനിടയ്ക്ക് കിട്ടിയതാണ് ചക്ക ഞങ്ങൾക്ക് എന്നും ഒരു ഫേവറേറ്റ് ഐറ്റമാണെന്ന് അറിയാമല്ലോ. ഞങ്ങൾ പിന്നെ നേരെ കവുഞ്ചേരിയിലോട്ട് പോയി കേട്ടോ. അവിടുന്ന് വെല്ലുമ്മച്ചിയും അവളും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചക്കയൊക്കെ പറിച്ചിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ വ്ലോഗ് ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം. നമ്മുടെ വീട്ടിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നന്നായിരുന്നു. ഇനിയാണല്ലോ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നന്നായിട്ട് നടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. അതാണ് നമുക്ക് വേണ്ടത്. മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം, എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഒരുപാട് പേര് നമ്മുടെ വീടിൻ്റെ അപ്ഡേഷൻ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്കൊക്കെ നമ്മുടെ എല്ലാ അപ്ഡേഷൻസും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം വളരെ നന്നായിട്ട് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാലോ, നമ്മൾ കുറേ നാൾ കൊണ്ട് വെയിറ്റ് ചെയ്തുള്ള ഒരു ഡേ ആയിരുന്നു, ടൈമായിരുന്നു. ആൻഡ് ഇനിയാണ് ഞങ്ങളുടെ സ്ട്രഗിൾ തുടങ്ങാൻ പോകുന്നത്. ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ചിന്തിക്കുമ്പം. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യം ഇനിയാണ് അങ്ങോട്ട് പൈസ പൊട്ടേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ എല്ലാം ദൈവത്തിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് അമ്മൂമ്മയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. കാരണം പുള്ളിക്കാരി ഇപ്പോഴും റെൻ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അതെപ്പോഴും അത് വേറൊരു ലോകമാണല്ലോ. പിന്നെ എനിക്ക് അവിടെ കയറി താമസിക്കാൻ എനിക്ക് ഇതുപോലെ ഒരുപാട് ആഗ്രഹമുണ്ട്. സ്വന്തം നാട്ടിൽ
മണ്ണിൽ ഒരു വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീടിൻ്റെ എന്തായി അപ്ഡേഷൻ ചോദിച്ചിട്ട്, എന്തായി അമൃത വീട് വെക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം മുന്നോട്ട് എങ്ങനെയൊക്കെ പോകുന്നതല്ലേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിതാ വെല്ലിമിച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അവരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെല്ലിമിച്ചിയും എൻ്റെ കസിനും അവൾ ആര്യയും ഉണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ തിരിച്ച് നമ്മൾ അവരുടെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഇനി എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ വന്നിട്ട് കുറേ നേരം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പിന്നെ കഥയും കാര്യങ്ങളും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഈ അമ്മ ഇനി ഇവിടുന്ന് എന്തൊക്കെ ഒടിച്ചെടുക്കാന്നുള്ളത് നോക്കി നടക്കുക. ഇനി കാരണത്ത് ആക്ച്വലി സ്ഥലമില്ല. നോക്കിയാണ് നോക്കിയത്. ചക്ക, മാങ്ങ കണ്ടോ, ഒരു വണ്ടിയുടെ ഡിക്കി നിറച്ച സാധനങ്ങളാണ്. ചക്കയും മാങ്ങയും കൈതച്ചക്ക, കറിവേപ്പില, വിറക് എല്ലാം ഉണ്ട്. ഇതാണ് ഈ നാട്ടിൽ വന്നുള്ള ഒരു കാര്യം. അപ്പം ഇതാ വീട് നമ്മൾ ഓൾറെഡി എല്ലാം കാണിച്ചിട്ടില്ലാന്നല്ലോ. അപ്പം നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ ട്രിവാൻഡ്രത്ത് പോവാണ്. ഇനി അവരവിടെ 2 ദിവസം ഉണ്ടാവും. ഇനി ഒരു ചില്ലിങ്, എനിക്ക് ഷൂട്ടൊന്നുമില്ല 2 ദിവസത്തേക്ക്. സോ ഒരു ചില്ലിങ് ഡേയ്സ് ആയിരിക്കും, 2 days. അപ്പോൾ അവളും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വരികയാണ്. ഏട്ടൻ വിടില്ല, ഏട്ടൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവളും ഇനി അങ്ങോട്ടേക്കണൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഭയങ്കര റെയറായിരിക്കും. അപ്പം ഇത് നമ്മുടെ വലിയൊരു സന്തോഷമായിരുന്നു, നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളത് അങ്ങനെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് എന്നെ വിശ്വസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ട്. താങ്ക് യു സോ മച്ച്. അമ്മേ വിളിക്കുന്ന വെല്ലിമിച്ചി, അമ്മേ വെല്ലിമിച്ചി വിളിക്കുന്ന. അപ്പം ചിൽഡ്രൻ ഞാൻ പോവാണ്. ഇനി അടുത്ത അപ്ഡേഷനായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ. അതെന്താടി എന്നെ നീ ആഡ് ചെയ്യാത്തതെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചു ഗൈസ്. ഇനി 2 ദിവസം നമ്മൾ അറുമാദിക്കും. നമ്മൾ 1-2 സ്ഥലത്തൊക്കെ പോകുന്നു. അതൊക്കെ സർപ്രൈസ് ആണ് അല്ലേ വെല്ലിമിച്ചി? യെസ്. അപ്പം ഡ്രസ്സൊക്കെ എടുത്താ എനിക്കറിഞ്ഞൂടാ, വെള്ളത്തിലൊക്കെ നനഞ്ഞ എന്തോ ചെയ്യും. ഇതാണ് അവസ്ഥ. സാരി ബ്ലൗസ് മോളിൽ എടുക്കും.